ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നറൂട്ടോ സീരീസിലെ ഫേമസ് ഹൊക്കാഗേസ് ആയിട്ടുള്ള മിനാട്ടോ നാമിക്കാസയും അതുപോലെ തന്നെ ഹാഷിരാമ സെഞ്ചുവും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഹാഷിരാമയുടെ പ്രൈം ടൈമിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൽ വാലിയിൽ നമ്മുടെ ഹാഷിരാമ വാസസ് മാദ്ര എന്ന ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മുടെ മാദ്രയെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് സുസനോയും നൈൻ ടെയിലും എല്ലാം വെച്ചാണ് നമ്മുടെ ഹാഷിരാമയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ അവസാനം നമ്മുടെ ഹാഷിരാമ എന്ത് ചെയ്യും? ആ ഒരു 1000 ആംസ് വെച്ച് മാദ്രയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റ് പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ മാദ്രയെ പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഹാഷിരാമ അത്രയും സമയം ഇവിടെ നിന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാദ്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ മിനാട്ടോയുടെ പ്രൈം ടൈം നോക്കിയാലോ? മിനാട്ടോയ്ക്ക് ഇവിടെ പറയാൻ മാത്രമായിട്ടൊരു പ്രൈം ടൈം ഒന്നുമില്ല. കാരണം തന്റെ 25ാമത്തെ വയസ്സിലാണ് കുറാമയുടെ അറ്റാക്കിൽ പുള്ളിക്കാരൻ മരിക്കുന്നത്. ഇത് നമ്മുടെ ഹാഷിരാമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാഷിരാമ ആ ഒരു ഫൈനൽ വാലിയിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 35-40 വയസ്സായിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ മിനാട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ മിനാട്ടോ ആ ഒരു നൈൻ ടെയിലിന്റെ അറ്റാക്കിൽ നിന്ന് മരിക്കുമ്പോൾ ഏകദേശം ഒരു 25 വയസ്സായിട്ടുണ്ടാകും. അതായത് ഇവരെ രണ്ടുപേരും നോക്കിയാലും ഏകദേശം ഒരു 10-15 വയസ്സ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ മിനാട്ടോ ആ ഒരു വയസ്സിൽ മറ്റു ഷിനോബീസിനേക്കാളും സ്കില്ലും എബിലിറ്റിയും ഒക്കെ വളരെയധികം കൂടുതലാണ് പുള്ളിക്കാരന്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഹാഷിരാമയുടെ ചാക്രയുടെ കാര്യത്തിൽ നോക്കാം. നറൂട്ടോ സീരീസിന്റെ അവസാനം ആ ഒരു വാർ ആർക്കിൽ നറൂട്ടോ തന്റെ നൈൻ ടെയിൽസിന്റെ ചാക്ര മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹാഷിരാമ പറഞ്ഞത്, ഞാൻ ജീവനോടെ ഉണ്ടായപ്പോൾ എനിക്ക് എത്ര ചാക്ര ഉണ്ടായിരുന്നോ അതുപോലെ ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു കാര്യം ഓർമ്മ വേണം, അതായത് നമ്മുടെ നറൂട്ടോ ഷെയർ ചെയ്യുന്ന ആ ഒരു കുറാമ ചാക്ര എന്ന് പറയുന്നത് ഹാഫ് കുറാമയാണ്. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹാഫ് കുറാമയുടെ ചാക്ര ഹാഷിരാമയോളം വരുമെന്ന് നമുക്ക് പറയാം. എന്നാൽ പിന്നെ നമുക്ക് നേരെ മിനാട്ടോയുടെ ചാക്രയിലേക്ക് നോക്കാം. ഇവിടെ മിനാട്ടോ നമ്മുടെ കുറാമയെ സീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മിനാട്ടോ പറയുന്നുണ്ട് തന്റെ ബോഡിയിൽ ഇനി പകുതി ചാക്ര മാത്രമേ ഉള്ളൂ എന്ന്. അതായത് ഈ സീൽ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് എത്രയാണോ ചാക്രയുള്ളത് ആ ചാക്ര മാത്രമേ മറ്റുള്ളവരെ ബോഡിയിൽ നിന്നും എടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് വെച്ച് നോക്കുമ്പോൾ ഹാഷിരാമയെക്കാളും കൂടുതൽ ചാക്ര മിനാട്ടോയ്ക്ക് ഉണ്ടെന്ന് പറയാം. എന്നാൽ ഇത് ഒരു സാധ്യത മാത്രമാണ്. ഓക്കെ, ഇനിയുള്ളത് സെയ്ജ് മോഡാണ്. രണ്ടുപേരും സെയ്ജ് മോഡ് യൂസർ ആണെന്ന് നമുക്കറിയാം. ഈ ഒരു സെയ്ജ് മോഡ് എന്നത് നാച്ചുറൽ എനർജി ഗ്യാദർ ചെയ്ത് ഒരു സ്റ്റെപ്പ് കൂടുതൽ പവർഫുൾ ആകുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെയ്ജ് മോഡിന്റെ കുഴപ്പം, ഇത് കുറെ സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബോഡി പെട്ടെന്ന് സ്ട്രെയിൻ ആകാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ലൈഫ് ഫോഴ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് കുറച്ചധികം നേരം ഈ ഒരു സെയ്ജ് മോഡ് പിടിച്ചു വെക്കാൻ കഴിയും. പക്ഷെ ഈ കാര്യത്തിലും ഏകദേശം രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഇനി അതുപോലെ ഈ നറൂട്ടോ സീരീസിൽ കാണിച്ചു തന്നതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് കാഗുയ വാസസ് ഹാഗറോമ ആൻഡ് ഹാമറു ആണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് നമ്മുടെ ഹാഷിരാമ വാസസ് മാദറയാണ്. ഈ ഒരു ഹാഷിരാമ വാസസ് മാദറ ഫൈറ്റ് ഒരു ഈവനിങ്ങിൽ സ്റ്റാർട്ടായി നൈറ്റ് മുഴുവനായും ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ആയിരുന്നു. അതിൽ അവസാനം നമ്മുടെ ഹാഷിരാമ 1000 ഹാൻഡ് യൂസ് ചെയ്തപ്പോഴാണ് പുള്ളിക്കാരൻ പതിയെ ഒന്ന് ടയേർഡ് ആവാൻ തുടങ്ങിയത്. എന്നാൽ ഇനി മറുഭാഗത്ത് നമ്മുടെ കുറാമ ലീഫ് വില്ലേജിൽ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സമയം മിനാട്ടോ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ എത്തിയപ്പോഴേക്കും പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ ടയേർഡ് ആയിരുന്നു. ഇവിടെ ഹാഷിരാമ ടയേർഡ് ആകാൻ കാരണം ആ ഒരു 1000 ഹാൻഡ് സമൺ ചെയ്യാൻ വേണ്ടി സെയ്ജ് മോഡിൽ മാറിയിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഒന്ന് ടയേർഡ് ആയത്. എന്നാൽ ഇവിടെ മിനാട്ടോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മിനാട്ടോ അങ്ങനെയല്ല. മിനാട്ടോ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് FDG യൂസ് ചെയ്തിരുന്നു. ഈ FDG എന്ന് പറയുന്നത് ഫ്ലൈയിങ് തണ്ടർ ഗോഡ്, ആ ഒരു ടെലിപ്പോർട്ടേഷൻ ജുട്സു. ഈ ഒരു FDG എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ അത്രയധികം ചാക്ര ഡ്രെയിൻ ആകും. ഒരു നോർമൽ ഷിനോബിക്ക് FDG യൂസ് ചെയ്യണമെങ്കിൽ 3 ഷിനോബീസിന്റെ ചാക്ര ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ മിനാട്ടോ ആണെങ്കിൽ കുഷിനെ ടെലിപ്പോർട്ട് ചെയ്തു, നറൂട്ടോയെ ടെലിപ്പോർട്ട് ചെയ്തു, നൈൻ ടെയിലിനെ മൊത്തത്തിൽ ടെലിപ്പോർട്ട് ചെയ്തു, ആ ഒരു ടെയിൽ ഡി ബീസ്റ്റ് ബോംബ് വരെ ടെലിപ്പോർട്ട് ചെയ്തു. ഒരു നോർമൽ ഷിനോബി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഒറ്റയടിക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് മിനാട്ടോ ഇവിടെ വേഗം തന്നെ ടയേർഡ് ആയത്. ഓക്കെ, ഇനി നമ്മുടെ കുറാമ മോഡിൽ മാറിയ മിനാട്ടോയും ഹാഷിരാമയും തമ്മിൽ കമ്പയർ ചെയ്താൽ എന്ത് സംഭവിക്കും? അഫ്കോഴ്സ് ഇവിടെ മിനാട്ടോയ്ക്ക് തന്നെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം നൈൻ ടെയിൽ എന്ന് പറയുന്നത്
പറയുന്നത് തന്നെ ഒരു ഇൻഫിനിറ്റി ചാക്രയാണ്. അപ്പോൾ പിന്നെ FDG ഒക്കെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഹാഷിരാമക്ക് 1000 ഹാൻഡ് സമൺ ചെയ്താൽ മിനാട്ടോയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്ന്. പക്ഷെ എന്നാലും ചാൻസ് കുറവാണ്. കാരണം ഇത് സമൺ ചെയ്യണമെങ്കിൽ സേജ് മോഡിലേക്ക് മാറണം. സേജ് മോഡ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സമയമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മിനാട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ടെലിപ്പോർട്ട് ചെയ്ത് റസിങ്കൻ വെച്ച് ആ ഒരു 1000 ഹാൻഡിനെ മാറി മാറി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാഷിരാമയ്ക്ക് വുഡ് ഗോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് വെച്ചാൽ പോലും ഈ കാര്യത്തിൽ മിനാട്ടോ തന്നെയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. കാരണം വുഡ് ഗോളം വളരെയധികം സ്ലോ ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും സമയം ഏകദേശം മിനാട്ടോ ആൻഡ് ഹാഷിരാമയെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് റിയൽ ബാറ്റിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ മിനാട്ടോയ്ക്ക് ഹാഷിരാമയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഈസി ആയിട്ട് കഴിയുമെന്ന രീതിയിലാണ്. എന്നാൽ മിനാട്ടോയ്ക്ക് ഹാഷിരാമയെ ഒന്ന് തൊടണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ഈ ഒരു നറൂട്ടോ സീരീസിലെ ഗാറയെ കണ്ടിട്ടില്ലേ? ഗാറയ്ക്ക് എന്ത് അറ്റാക്ക് വന്നാലും ആ ഒരു സാൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ഹാഷിരാമയുടെ അടുത്ത് വുഡ്സ് ഉള്ളിടത്തോളം ഹാഷിരാമയെ ഒരാൾക്ക് പോലും തൊടാൻ സാധിക്കില്ല. അപ്പോൾ മിനാട്ടോ ഈ കാര്യത്തിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടും. കൂടാതെ നിങ്ങൾ ഈ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ഒരു FDG ആദ്യം ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ടോബിറാമയാണ്. അപ്പോൾ ടോബിറാമ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഹാഷിരാമയ്ക്ക് ഈ ജിറ്റ്സുവിന്റെ അഡ്വാൻറ്റേജും വീക്ക്നെസ്സും നല്ലതുപോലെ അറിയാം. അപ്പോൾ ഈ ഒരു ജുറ്റ്സു യൂസ് ചെയ്യുന്നത് കണ്ട നമ്മുടെ ഹാഷിരാമ എന്ത് ചെയ്യും? തന്റെ വുഡ് സ്റ്റൈല് വെച്ച് ഒരു ബിൽഡിങ്ങിന്റെ ലെവൽ ഹൈറ്റ് ഉള്ള ഒരു വലിയ ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതിന്റെ അകത്ത് നിന്നും നമ്മുടെ ഹാഷിരാമ സേജ് മോഡ് യൂസ് ചെയ്ത് വുഡ്സ് വെച്ച് പുറത്തു നിന്നും മിനാട്ടോയെ അറ്റാക്ക് ചെയ്യും. ഈ സമയം സ്വാഭാവികമായിട്ടും നമ്മുടെ മിനാട്ടോ എന്ത് ചെയ്യും? വുഡ് സ്റ്റൈലിൽ നിന്നും FDG വെച്ച് ഡോഡ്ജ് ചെയ്യും. ഇൻ കേസ് വലിയൊരു ബിഗ് ബോൾ റെസിംഗൺ വെച്ച് ആ ഒരു ബാരിയറിന് നേരെ അടിക്കാമെന്ന് വിചാരിച്ചാലും അതിന്റെ പകുതി മാത്രമേ ഡിസ്ട്രോയ് ആവുകയുള്ളൂ. അത് മുഴുവനായും തകർക്കാൻ കഴിയില്ല. അപ്പോൾ തന്നെ മിനാട്ടോ എന്ത് ചെയ്യും? സേജ് മോഡിൽ മാറും. അപ്പോൾ മിനാട്ടോയും സേജ് മോഡ്, അതുപോലെ തന്നെ ഹാഷിരാമയും സേജ് മോഡ്. എന്നാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ടയേർഡായി വീഴാൻ പോകുന്നത് നമ്മുടെ മിനാട്ടോ ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, ലൈഫ് ഫോഴ്സ് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സെഞ്ചു ക്ലാനിലുള്ളവർ കൂടുതൽ കാലം ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും മിനാട്ടോയേക്കാൾ കുറെ സമയം നമ്മുടെ ഹാഷിരാമയ്ക്ക് സേജ് മോഡ് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ മിനാട്ടോ സേജ് മോഡിലാണെങ്കിലും FDG യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാക്ര മൊത്തത്തിൽ ഡ്രെയിൻ ആയി നമ്മുടെ മിനാട്ടോ ആദ്യം തന്നെ വീഴും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, അപ്പോൾ മിനാട്ടോയുടെ അകത്ത് കുറാമയില്ലേ, കുറാമ ചാക്ര യൂസ് ചെയ്യാൻ കഴിയില്ലേ എന്ന്. കുറാമയുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മിനാട്ടോ ആണ് ജയിക്കുന്നത്. എന്നാൽ കുറാമ ഇല്ലാത്ത നോർമൽ മിനാട്ടോനാണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ ഇവിടെ ഫൈനലി വിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോഡ് ഓഫ് ഷിനോബി ആയിട്ടുള്ള ഹാഷിരാമ സെഞ്ചു ആണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ മിനാട്ടോ ഫാൻസ് ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ആരുടെ കമ്പാരിസൺ വേണമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക.